യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്താ മല്ലികേ, കുഞ്ഞു വല്ലാതെ കരയുന്നല്ലോ. ആശുപത്രി കൊണ്ടുപോണ്ടി വരുവോ? ഒന്ന് നോക്കിക്കോണേ, ഞാനിപ്പോ വരാവേ. ശരി. സാർ, പൂജയെ വിളിക്കണം. പാല് കിട്ടാതെ ഈ കരച്ചിൽ നിൽക്കില്ല. കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് വരുമോന്ന് പേടിയാവും എനിക്ക്. പക്ഷെ മല്ലികേ, പൂജ മോളെ എങ്ങനെ വിളിക്കും? വിളിച്ചാ തന്നെ പൂജ മോൾക്ക് വരാൻ പറ്റുമോ? സ്നേഹസദനവുമായി അവിടുന്ന് ആരും സഹകരിക്കില്ലെന്ന് അർജുൻ ശപഥം ചെയ്തതുപോലെ അല്ലേ എന്ന് പറഞ്ഞിട്ട് പോയത്. പ്രിയ ഇവിടെ ഉള്ളപ്പോ പൂജ വരില്ല, അതുറപ്പാ. അച്ഛാ, എനിക്ക് മനസ്സിലായി എന്താ സംസാരിക്കുന്നതെന്ന്. മോൾക്ക് പാല് കൊടുക്കാൻ പൂജയെ വിളിക്കുന്ന കാര്യമല്ലേ. അച്ഛൻ പൂജയെ വിളിക്ക്. അത് തന്നെയാ മോളെ പ്രശ്നം. പൂജയെ വിളിച്ചാൽ ഞാനിവിടെ ഉള്ളതല്ലേ പൂജയ്ക്ക് വരാൻ തടസ്സം. ഞാൻ പോവാണച്ചാ. കുഞ്ഞിന്റെ ജീവനാണ് പ്രധാനം. അതിന് പാല് വേണം. ഞാനിവിടെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. ഞാൻ പോയേക്കച്ച. അച്ഛൻ്റെ അവസ്ഥ എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. ഈ ലോകത്ത് മറ്റാര് വിഷമിച്ചാലും ഇനി എൻ്റെ അച്ഛൻ വിഷമിക്കാൻ പാടില്ല. എൻ്റെ ജീവനും ജീവിതമൊക്കെ അച്ഛന് സമർപ്പിച്ചിട്ടാ ഞാൻ വീണ്ടും സ്നേഹസദനത്തിൻ്റെ പടി കയറിയത്. ഞാൻ സ്വയം ഒരു സന്യാസിനിയായിട്ടാ ഇപ്പോൾ ജീവിക്കുന്നത്. മരണം വരെ ഇവിടെ ഇങ്ങനെ കഴിയണമെന്നായിരുന്നു. ആഗ്രഹിക്കുന്നതെല്ലാം നടക്കില്ലല്ലോ. ഞാൻ പോവാ അച്ഛ. അച്ഛൻ പൂജയ്ക്കും എനിക്ക് നടുവിൽ നിന്ന് വിഷമിക്കുകയാണ്. ആ വിഷമം ഇനി വേണ്ട. ഞാൻ ഒഴിഞ്ഞു പോയെന്നറിഞ്ഞാ പൂജയ്ക്ക് സന്തോഷാവും. എന്നെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞാൽ മതി പൂജയോട്. എല്ലാം നേരെയാവും. സംസാരിച്ച് നിൽക്കുന്നില്ല, ഞാൻ ഇറങ്ങുക അച്ഛ. മോളെ, പോകാൻ വരട്ടെ. പൂജ എൻ്റെ മോളാ. അവളുടെ മനസ്സിൽ നമ്മൾ കണ്ട നന്മ യഥാർത്ഥമാണെങ്കിൽ ഒരു ഉപാധിയും വെക്കാതെ അവൾ വരും. നേരത്തെ അവളെ വിളിക്കുന്ന കാര്യം മല്ലിക പറഞ്ഞപ്പോ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു പോയതാ. അവൾ വരും. ഞാൻ അവളെ വിളിക്കാൻ പോവുക. വേണ്ട, അവള് വരില്ല. അച്ഛന് പിന്നെ വിഷമാവും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പൂജയെ ഈ ലോകത്ത് ആരും മനസ്സിലാക്കിയിട്ടില്ല. ഈ കുഞ്ഞിന് പാല് കൊടുക്കാൻ അവൾ വരും, വന്നിരിക്കും. വരില്ല എന്നാണ് അവളുടെ മറുപടിയെങ്കിൽ ഇന്ന് ഞാനിവിടുന്ന് പടിയിറങ്ങും. സ്നേഹസദനത്തിൽ നിന്ന് അച്ഛനാണല്ലോ. ഹലോ മോളെ, അച്ഛനാ. എന്താ മോളെ, കേൾക്കുന്നില്ലേ? ആ, കേൾക്കുന്നുണ്ട്. എനിക്കറിയാം മോളെ നിന്റെ വേദന. അതുകൊണ്ട് തന്നെ മറ്റൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഇനി ഞാൻ വിളിച്ച കാര്യം പറയാം. ഇവിടെ രാധമോള് പാല് കിട്ടാതെ വല്ലാതെ കരച്ചില്ല. ഇപ്പോൾ തന്നെ കരഞ്ഞു കുഴഞ്ഞു കിടക്കുക. അയ്യോ,
എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പതറി നിൽക്കുക ഞാൻ. മോളെ, പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം.